നീന, ഇത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോണത്? KFC fried chicken ഉണ്ടാക്കാൻ നോക്കാം. എനിക്കറിയാം ഉണ്ടാക്കാൻ വേണ്ടി. ഇല്ല, മമ്മിക്കറിയാം. അമ്മയ്ക്കറിയാം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഉണ്ടാക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നീന നമ്മൾ ഉണ്ടാക്കിയേക്കണ കാപ്പിച്ചിനോ അത് കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അതിന് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിക്ക് എന്താ മലയാളം അറിയില്ലേന്ന്. ഈ കുട്ടിക്ക് മലയാളം അറിയില്ലേ? പിന്നെ എന്താ എല്ലാരും അങ്ങനെ ചോദിക്കുന്നത്? എന്നാലും മലയാളം പറയല്ലേ? നമ്മൾ വീട്ടിലെന്താ പറയാ? വീട്ടില് മലയാളമാണ് ഞങ്ങൾ പറയണത്. പക്ഷെ ഈ കുട്ടി പഠിക്കണതൊക്കെ എവിടെയാ? ഈ കുട്ടി പഠിക്കണത് ന്യൂയോർക്കിലാണ് പഠിക്കണത്. ഈ കുട്ടി ജനിച്ചത് എവിടെയാ? ഈ കുട്ടി ജനിച്ചത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇപ്പൊ 6th പഠിക്കുന്നത് അല്ലെ? ഇപ്പൊ 6th പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടി മലയാളം പറയുമ്പോ ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലേക്ക് പോകുന്നുണ്ട്. അത് കുട്ടി മനഃപൂർവ്വം പറഞ്ഞിട്ട് പറയുന്നതല്ല കേട്ടോ. പിന്നെന്താ, അമ്മ ഇംഗ്ലീഷ് പറയുമ്പോ അതിനോട് കുഴപ്പമുണ്ടല്ലേ? അമ്മ ചെറുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തില്ല അല്ലെ? വ്യത്യാസമുണ്ട്. പക്ഷെ അമ്മ പഠിക്കാൻ വേണ്ടിട്ട് കുറെ നോക്കും. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കല്ലേ? പക്ഷെ അമ്മ എന്നാലും പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ശരിയാവില്ല അല്ലെ? ശരിയാവില്ല. അപ്പൊ നമ്മള് മലയാളം പറയുന്നവര് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതേപോലെ പറയാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ കേട്ടോ, ഇവര് സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഉണ്ടോ. അപ്പൊ ഇവർക്ക് മലയാളം അറിയാൻ നന്നായിട്ട്. പക്ഷെ മലയാളം പറയുമ്പോ നമ്മൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റാത്ത പോലെ തന്നെ അത്രയ്ക്ക് നന്നായിട്ട് അവർക്ക് മലയാളം പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതൊരു മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടിട്ട് നോക്കണതല്ല. അതെന്തുകൊണ്ടാ നമുക്ക് മനസ്സിലായില്ല? ചെയ്യാൻ നോക്കണതല്ല. അതങ്ങനെ പറയുമ്പോ അതങ്ങനെ വരണതാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് KFC ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അല്ലെ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിലേക്ക് എന്താ വേണ്ടത്? ചിക്കൻ വേണം. ചിക്കന്റെ എന്താ നമ്മൾ എടുത്തേക്കുന്നത്? ഇവിടെ ചിക്കന്റെ കാലാണ് എടുത്തേക്കുന്നത്. ചിക്കന്റെ കാല് എടുക്കുമ്പോ അതിന്റെ സ്കിന്ന് കളയരുത് കേട്ടോ. സ്കിന്നും കൂടിയിട്ട് എടുക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്കൊരു ഗ്ലാസിന്റെ ഇങ്ങനത്തെ ഒരു ബൗൾ എടുക്കാം അല്ലെ? അപ്പൊ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചിക്കന്റെ പീസുകൾ ചേർക്കാം. എത്ര പീസ് ചേർത്തു? ഓക്കെ, 6 പീസ് ചിക്കന്റെ കാലുണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട്. ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുറച്ചറിയാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് വെക്കണം. അപ്പൊ ഇതിലേക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. അപ്പൊ ചിലര് ഈ നാരങ്ങ നീരിന് പകരം തൈരിലിട്ട് വെക്കാറുണ്ട്. പക്ഷെ തൈരിലേക്ക് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് നമ്മൾ നല്ലൊരു തിക്ക് കോട്ടിങ് കൊടുക്കും. അപ്പൊ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് അത്രയ്ക്കാണ് ഇഷ്ടമായില്ല. കാരണം ആ തൈരിന്റെ ഒരു തിക്ക് കോട്ടിങ് അതിന്റെ ഉള്ളില് അങ്ങനെ വന്ന് നിൽക്കുമ്പോ അതിന്റെ ഉള്ളില് കണ്ടമാനം ഇങ്ങനെ തൈരിന്റെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് ചിക്കൻ സോഫ്റ്റ് ആക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമായത്. ഞാനിവിടെ ഒരു ഫുള്ള് ലെമൺ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു 3/4 ഭാഗം ചേർത്താൽ മതി. ഒരു ഏകദേശം അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എന്ത് ചേർക്കണം? ഉപ്പ് ചേർക്കണം. അതിലേക്ക് ഉപ്പ് ചേർക്കണ്ടേ? അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. അപ്പൊ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് കുരുമുളക് പൊടി കുറച്ച് കൂട്ടി ചേർക്കാം. ഒരു ടീസ്പൂൺ. ഒന്നര ടീസ്പൂൺ കേട്ടോ. ഹാഫ് അതല്ല, ഞാൻ തന്നെ എടുത്തോ. അപ്പൊ ഇതിലേക്ക് നമ്മള് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിപ്പോ അത്രയ്ക്ക് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കാണ് കൂടുതൽ ചേർക്കേണ്ട. ഒരു 1.5 ടീസ്പൂൺ തന്നെ ഏറ്റവും കൂടുതലാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നീ മിക്സ് ചെയ്യോ? അതാണ് മിക്സ് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ഇത് കൈ കൊണ്ടാണ് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. ഗ്ലവ് ആക്കിയിട്ട് വീട്ടിലെ പണിയൊക്കെ എടുത്ത് വരുമ്പോ പണിയൊക്കെ സമയം കുറെ എടുക്കും. ഗ്ലവ് ഇട്ട് പണിയുമ്പോ
എല്ലാ വീട്ടിൽ വല്ലൊരു വീട്ടിൽ പണിയോ And you. ആ വലിയ ചെയ്യും. ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇതിന്റെ സ്കിന്നിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മള് ആ നാരങ്ങ നീര് ശരിക്കും അങ്ങോട്ട് തേച്ച് കൊടുക്കണോട്ടോ. Juice മൊത്തം അടിയിൽ പോയല്ലോ. ജ്യൂസിന് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കണം. ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പതുക്കെ ഇടുന്ന കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോള് പോലെ വരും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഒക്കെ നന്നായിട്ട് നാരങ്ങ നീര് കയറിക്കോളും. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടില്ലേ? നമ്മൾ ഒഴിക്കുന്ന എല്ലാ നാരങ്ങ നീരും ഇത് പിടിച്ചെടുക്കില്ല. അതിനാവശ്യമുള്ളത് മാത്രമേ അത് പിടിച്ചെടുക്കുള്ളൂ. എനിക്കായിരുന്നാലും ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു തരുമ്പോ എല്ലാ കാര്യങ്ങളും നീ കേൾക്കില്ലല്ലോ. നമുക്ക് ഇഷ്ടമെന്നുള്ളത് മാത്രമല്ലേ എടുക്കുള്ളൂ അല്ലെ? ഒരാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ എടുക്കുമോ? ചില സമയത്ത്. എന്നാലും നമ്മളെ മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ആയിരുന്നു എടുക്കാൻ വേണ്ടിട്ട് നോക്കും. ആവശ്യമില്ലാതെ നമ്മൾ കളയാൻ വേണ്ടിട്ട് നോക്കും അല്ലേ? അപ്പൊ ഇതിന് പറ്റാവുന്നത് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ചിക്കനിലേക്ക് ഉപ്പും പിന്നെ നാരങ്ങ നീരും പിന്നെ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ടാണ് വെക്കണം. ഇനി ഇതേപോലെ നമ്മൾ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഒരു 5 മണിക്കൂർ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം. അപ്പോഴായിരിക്കും ഈ ചിക്കന്റെ ഉള്ളിലേക്കൊക്കെ ഈ നാരങ്ങ നീരും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാവരും നന്നായിട്ട് പിടിക്കണം. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോ നിങ്ങൾക്കിപ്പോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഇതേപോലെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എടുത്തിട്ട് റെഡി ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിവിടെ ഓൾറെഡി ഇതേപോലെ തിരുമ്മി വേറെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് എടുക്കാം. അപ്പൊ എന്തായിരുന്നാലും ഒരു 5 മണിക്കൂർ നിങ്ങൾ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചിക്കനും ഒട്ടും സോഫ്റ്റ് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ നാരങ്ങനീര് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിക്കൻ ഒരു 5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ വലിയ പീസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്കൊന്നും ഒട്ടും ഉപ്പ് പിടിക്കില്ല. അപ്പൊ ഇത് 5 മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കുള്ള അതിനാ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിംഗ് ഉണ്ടാക്കണം. അപ്പൊ അത് മിക്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. നീ ചേർക്കോ? അറിയാൻ വേണ്ടി നീ പിടിക്കണ്ട, അതിനത്ര കനൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടിയ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഹാഫ് നമ്മള് കോൺഫ്ലോർ ചേർക്കണം. എന്തായാലും ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇവിടെ ക്ലീനിങ് നല്ല പണിയുണ്ടാവും. നീ അല്ലേ ഒന്ന് ക്ലീൻ ചെയ്യണേ? പിന്നെ ആരാ ക്ലീൻ ചെയ്യണേ? ഞാൻ അലീനയുടെ അടുത്താ. അലീനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, ബാക്കിയുള്ളവരൊന്നും കാണാനില്ലല്ലോ. എല്ലാരോടും പോയി പറയണി. ഓർമ്മിക്കല്ല, ഒരാള് അതാരാ? ഒരാളാരാ? എത്രാമത്തെ ചേച്ചി? രണ്ടാമത്തെ ചേച്ചി. അപ്പൊ രണ്ടാമത്തെ ആള് അവള് 10th പഠിക്കുന്നത്. അപ്പൊ അവള് ഇനി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ബാഡ്മിന്റൺ ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവള് 6 മണിയാകുമ്പോ എത്തുള്ളൂ. പിന്നെ അവള് മൂത്ത ചേച്ചി അവിടെ പോയി. മൂത്ത ചേച്ചി കോളേജിലാണ്. അവൾ നമ്മുടെ വീട്ടിൽ നല്ല പഠിക്കുന്നത്. ഇവിടെ പിന്നെ അവിടെ നിന്നിട്ട് പഠിക്കുന്നത്. ഓക്കെ, അവളവിടെ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വീട് എടുത്തിട്ട് അവളെ ഫ്രണ്ട്സായി കൂടിയിട്ട് അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ള 2 പേരെയും കാണാത്തത്. ഓക്കെ, ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. അതിവിടെ 1/2 കപ്പ് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അത് നമ്മൾ എടുക്കണ മൈദപ്പൊടിയുടെ പകുതി എടുക്കാം കോൺഫ്ലോർ. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? ഉപ്പ് ചേർക്കാം. ഉപ്പ് നീ ചേർക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി എന്താ ചേർക്കാം? ഓക്കെ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പപ്രിക്ക ചേർക്കാം. പപ്രിക്ക നമ്മുടെ അടുത്ത് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ. ഇതെല്ലാരും നമ്മളോട് ചേർക്കുന്നത് ടീസ്പൂണിലാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർക്കാം. നമ്മുടെ നാട്ടിൽ ചുക്കിന്റെ പൊടി എന്ന് പറയില്ലേ,
അതാണ് കേട്ടോ ഈ ജിഞ്ചർ പൗഡർ എന്ന് പറയുന്നത്. അത് 1 ടീസ്പൂൺ ചേർക്കാം. അപ്പൊ ജിഞ്ചർ പൗഡർ നമ്മുടെ വീട്ടിലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഉണങ്ങിയിട്ടുള്ള നമ്മുടെ ചുക്ക് വാങ്ങാൻ വേണ്ടിട്ട് കിട്ടില്ലേ, ആ ചുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ഗാർലിക് പൗഡർ ചേർക്കണം. ഗാർലിക് പൗഡർ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കും. അതെന്താണെന്നറിയോ? ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കും. കാരണം ഞാൻ ഇത്രയ്ക്ക് മിക്സിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു, 2-3 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ KFC ഫ്രൈഡ് ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ പുറത്തൊരു ടെക്സ്ചർ എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇരിക്കില്ല, ഒരു ഫ്ലേക്കി പോലെ ഇരിക്കും. അപ്പൊ ഈ ഫ്ലേക്കി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേരൊക്കെ കോൺഫ്ലെക്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കും. അപ്പൊ ആ കോൺഫ്ലെക്സിന്റെ ആ ഒരു എന്താ പറയാ അങ്ങനെ തരി പോലെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഫ്ലേക്കി ടെക്സ്ചർ കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ KFC ഫ്രൈഡ് ചിക്കൻ അയാള് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 1952-ലാണ്. അപ്പൊ അന്നൊന്നും നമുക്ക് ഈ കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ശരിക്കും ആ ഫ്ലേക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പൊ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് ഉണ്ടാക്കിയപ്പോഴും ആ പുറത്ത് ഒരു സ്മൂത്ത് പോലെയാണ് ഇരുന്നത്. പിന്നെ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. സാധാരണ നമ്മള് ഈ ചിക്കന്റെ കാല് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അത്രയ്ക്കാണ് വലിപ്പം തോന്നില്ല. പക്ഷെ നമുക്കത് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് അവർ തരുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര വലിപ്പം പോലെ തോന്നും. അത് ഈ ബേക്കിംഗ് സോഡ കൂടി ആണ് ചേർത്ത് കഴിയുമ്പോൾ ചിക്കൻ കുറച്ചൊന്നും കൂടി നമുക്ക് വലുതാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡ എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചിട്ട് എടുക്കാം. കാരണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവും. അതെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മള് കേക്കിന്റെ മിക്സിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ട് അരിപ്പയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കില്ല, എല്ലാം കൂടിയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് എല്ലാവരും പൊടികളുണ്ടോ, പിന്നെ ബേക്കിംഗ് സോഡ, അതെല്ലാരും നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആവണം. ഇതെന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചേക്കണ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതല്ല കേട്ടോ, പൂവല്ല വാങ്ങിച്ചേക്കുന്നത്, ഇതിന്റെ ചെടിയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടില് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പൂവല്ലേ. നമ്മുടെ നാട്ടില് ഗന്ധരാജൻ എന്നല്ല ഇതിന് പറയുന്നത്. ഇതിന് നല്ല മണാണ്. അപ്പൊ ഇതിന്റെ ചെടി അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ പൂവ് ഞാൻ അകത്തുകൊണ്ടെന്ന് വെച്ചതാ. നല്ല മണം അതിന്. എനിക്ക് ചെറുപ്പം നല്ല മണല്ലേ, അവള് മണത്തിട്ടുണ്ടായിരുന്നില്ല, അവള് ഇപ്പോഴാണ് മണക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവായിരുന്നത്. നമ്മുടെ നാട്ടില് ചെമ്പരത്തി അല്ല, നമ്മുടെ നാട്ടില് ചെമ്പകം ഉണ്ടല്ലോ. പക്ഷെ ചെമ്പകത്തിന്റെ മണം ഇതിന്റെ മണം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പൂക്കളിലൊന്നാണ് ഈ ചെമ്പകവും, പിന്നെ ഇതും, പിന്നെ മുല്ല. പക്ഷെ ഇതിന്റെ മണത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനിവിടെ ക്ലാസ്സിൽ വെച്ചേക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഒരു മിക്സിംഗ് കൂടി ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടാ പാത്രത്തിലേക്ക്. അപ്പൊ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. മതി മതി, അത്ര പൊട്ടിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇളക്കിക്കോ, എടുത്തിട്ട് ഇളക്കി. ഇതിലേക്കും ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആവണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നമുക്ക് മുട്ട കൂടുതൽ ആവശ്യം വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി.
പിന്നെ നീന നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കാപ്പിച്ചീന ഞങ്ങൾ ഇവിടെ അതിന്റെ മിക്സിങ് എടുത്ത് വെച്ചിട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോ കാപ്പിയായിട്ട് കുടിക്കാറുണ്ട് അല്ലെ. പക്ഷെ അത്രയ്ക്ക് അതിന്റെ ഫ്ലഫി ഒന്നും ആക്കാൻ വേണ്ടിട്ട് നിൽക്കാറില്ല അല്ലെ. ലൈറ്റ് ആയിട്ടാണ് കുടിക്കാറുള്ളത്, ബ്രൂ കോഫി ഒക്കെ പോലെ. കാരണം ഇവർക്ക് രാവിലെ 6:30 6:45 ആകുമ്പോഴേക്കും സ്കൂൾ ബസ് വരും. മൂത്ത ആൾക്ക് 6:45 അല്ല, രണ്ടാമത്തെ ആൾക്ക് 3:45, രണ്ടാമത്തെ ആൾക്ക് 6:45 ആകുമ്പോൾ ബസ് വരും. ഇവക്ക് 7:30 ആകുമ്പോൾ ബസ് വരും. ഇവള് സ്കൂൾ കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ എത്തും. ഇവള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ ഹസ്ബൻഡ് ഒരു 4:30 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. പിന്നെ രണ്ടാമത്തെ ആള് 6 മണിയാകുമ്പോൾ എത്തുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും കുറെ പഠിക്കാനുണ്ടാവല്ലോ, 10ലാണ് പഠിക്കുന്നത്. ഏതിന് ഒഴിക്കിട്ട് അത് ഒഴിക്കാനുള്ള സാധനമൊന്നുമല്ല, ഇത് മുക്കാനുള്ള സാധനമാണത്. അപ്പൊ നമ്മുടെ KFC ചിക്കൻ ഉണ്ടാക്കാനുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഡ്രൈ ആയിട്ടുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് മുട്ടയില് നമ്മള് ചിക്കൻ നമ്മൾ മുക്കും, അതിനുള്ള മുട്ടയുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ നമ്മള് ഫ്രിഡ്ജില് ചിക്കൻ നമ്മള് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. KFC style. ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിക്കൻ ചിലർ ചോദിക്കാറുണ്ട് ചിക്കന്റെ സ്കിന്ന് കളയട്ടേന്ന്. പക്ഷെ സാധാരണ KFC ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോ സ്കിന്നോട് കൂടിയിട്ടാണ് ഉണ്ടാകുക. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ തീരെ ഇഷ്ടമില്ലാത്തവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കിന്ന് മാറ്റാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ചിക്കന്റെ ഒരു കാല് എടുക്കുക. ചിക്കന്റെ കാല് നമ്മൾ ഇതിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ആ സെയിം കൈ തന്നെ വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ. കാരണം ഈ കൈ നമ്മുടെ ചെറുതായിട്ട് നനവുണ്ടാവും. നമ്മുടെ കൈമേക്ക് നിറച്ചൊട്ട് പിടിക്കും. ഇത് ഇതേപോലെ സ്പൂൺ കൊണ്ട് വെച്ച് കൊടുത്താലും മതി, നന്നായിട്ട് ഇങ്ങനെ പിടിച്ചോളും. ഇതിങ്ങനെ ഒരു കോട്ടിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കൈ കൊണ്ട് എടുക്കാം. ഇട്ട വഴിക്കാണ് നമ്മൾ കൈ കൊണ്ട് എടുക്കരുത്. ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു തിക്ക് കോട്ടിങ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ വരും. ഇപ്പൊ ഇതുമ്മ നന്നായിട്ട് കോട്ടിങ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് ഇത് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് ഇങ്ങനെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടല്ലേ ഇതുമ്മ ഇരിക്കുക. നമ്മൾ ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുമ്മ ആ ഫ്ലേക്കി പോലെ ഇങ്ങനെ വരും. അത് ചിക്കൻ്റെ സ്കിന്നും കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പൊടികൾ പോവുകയും ചെയ്യും. ഇനി നമ്മളിത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ മിക്സിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഈ ഡ്രൈ മിക്സിലേക്ക് തന്നെ ഇടും. അപ്പൊ നമ്മളെ കൈ എപ്പോഴും നമ്മൾ ഇപ്പോൾ മുട്ടയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈ നനഞ്ഞിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഫസ്റ്റ് തൊടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ പൗഡറിൽ ഈ ഡ്രൈ ആയിട്ടുള്ള മിക്സിൽ തന്നെ ഈ മുട്ടയുടെ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് തൊടും. എന്നിട്ട് തൊട്ടാൽ മതി, നനവോട് കൂടിയിട്ട് തൊടണ്ട. അപ്പൊ ഇതിന് നല്ലൊരു തിക്ക് കോട്ടിങ് വന്നിട്ടില്ലേ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരു ഫ്ലേക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഈ പൊടിയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ചിക്കൻ്റെ ഇവിടെ മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന്റെ സെന്ററിലൊന്നും പിടിക്കരുത്. അപ്പൊ ആ കോട്ടിങ് ഒക്കെ വിട്ടുപോകും. അപ്പൊ നമ്മുടെ എല്ലാ മിക്സിങ്ങും നമ്മൾ ഇതേപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വെച്ചതൊക്കെ കണ്ട അതിന്റെ മുകളിലേക്ക് ആ മുട്ടയുടെ അത് തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പുറത്ത് നല്ലൊരു കോട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തതൊക്കെയും അതങ്ങനെ കുതിർന്നതാണ്. കുതിർന്നിട്ട് ആ മുട്ടയുടെ അത് ഇങ്ങനെ വരുന്നതാണ് അത്. അപ്പൊ ഇത് ഞാനിവിടെ ഒന്നും കൂടി ഒരു കോട്ടിങ് കൂടി കൊടുക്കാണ്. അപ്പൊ ലാസ്റ്റ് എടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു കോട്ടിങ് ഒന്നും കൂടി ഒന്ന് കൊടുക്കുക. അങ്ങനെ ഒരു 3 കോട്ടിങ് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നേരെ ഓയിലിലേക്ക് ഇടാം. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പൊടിയിലേക്ക് നമ്മൾ ഇട്ട് വെച്ചാൽ മതി എല്ലാം കൂടിയിട്ട്. എന്നിട്ട് ഒന്ന് കുടഞ്ഞ് പിന്നെ നമ്മൾ ചൂടായ ഓയിലിലേക്ക് എടുത്തിട്ടാൽ മതി. അപ്പൊ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഓയിലിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. ചിക്കൻ ഓയിലിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം. ഇനി നീന നമ്മള്
ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം. ഓയിൽ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് നിനക്കറിയാം എന്താന്നുള്ളത്? നീനയുടെ പ്രായമുള്ള ചെറിയ കുട്ടികളൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ഓയിലേക്ക് ഒഴിക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കൊണ്ടുവന്ന് വെച്ച വഴിക്കാൻ അതിലേക്ക് ഓയിൽ ചേർക്കും. അപ്പൊ അതിനകത്ത് വെള്ളം ഉണ്ടാവും. വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോ എന്താ ഓയില് എല്ലാം അവിടത്തേക്കും പൊട്ടിത്തെറിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രത്തിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം നന്നായിട്ട് വറ്റി പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് ഓയിൽ ചേർക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ അത് മൊത്തം അടുക്കള നിറച്ചും പൊട്ടിത്തെറിക്കും. അപ്പൊ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തന്നെ വേണം. അപ്പൊ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ എടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടൻ കറികളുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കണതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആയിട്ട് തണുത്ത പോലെ ഇരിക്കും. ഇപ്പൊ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാനിവിടെ ഇതേപോലെ പൊടിയിൽ തന്നെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ ചൂടായേക്കണ ഓയിലിലേക്ക് ഇടാൻ പോണ്. അപ്പൊ നമ്മള് ഒരു പീസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ടാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഓയിലിന്റെ ചൂട് അങ്ങോട്ട് കുറയും. ഇതിലേക്ക് നമ്മൾ അടുത്ത പീസും ചേർക്കാണ്. ഞാൻ ഇതിലേക്ക് 2 വെച്ചിട്ട് ചേർക്കണത്. ശരിക്കും നമ്മൾ ആ ഫസ്റ്റ് അങ്ങോട്ട് ചേർക്കണ സമയത്ത് ഓയിൽ ശരിക്കും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇട്ട വഴിക്കുന്ന നന്നായിട്ടാണ് ബബിൾസ് വരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. ഇട്ട വഴിക്കുന്ന തീ കുറച്ച് വെക്കരുത്. ഇട്ട വഴിക്കാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലേക്കി ടെക്സ്ചറും കിട്ടില്ല. പിന്നെ ഈ കോട്ടിങ്ങൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആയി ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ആ കോട്ടിങ്ങിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പോൾ മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. ഇതേപോലെ ഓയിലിൽ മുങ്ങി കിടക്കാൻ വേണം. മറ്റേ സൈഡും തിരിച്ചിടാണ്. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ്റെ പീസുകൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാലോ ചിക്കൻ്റെ ഓരോ കാല് വെന്ത് കിട്ടണമെങ്കിൽ എന്തോരം സമയം എടുക്കുന്നത്. അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും. ഇനി ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി അത് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇതെല്ലാവരും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവില്ല. ഇത് അത്യാവശ്യം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എങ്ങനെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഓരോ സൈഡും തിരിച്ച് മറിച്ചും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് ഓയിൽ നന്നായിട്ട് മുങ്ങിയുള്ളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകളിലെ കോട്ടിങ് ആയിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തത്. ഈ ഓയിലിൽ നിന്ന് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാണ്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെ അടുത്ത് ഒന്നും കൂടി ഒന്ന് മുരിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും ആ പുറത്ത് ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരാം. ഇവിടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിവിടെ ഓയിലിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാരും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ റെഡിയായി. കാണാൻ വേണ്ടിട്ട് ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ ഇരിക്കണ്ടല്ലേ. ഇത് പക്ഷെ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഓരോരുത്തരൊക്കെ വന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത വഴിക്കാനെ കാണിക്കാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ ബാക്കി ഞങ്ങളുടെ അടുത്ത് 3 ഉള്ളൂ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണില്ലേ? പക്ഷെ നമ്മള് വറുത്തെടുത്ത് കഴിഞ്ഞപ്പോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരുന്നത്. ഇപ്പൊ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്നും തണുത്തിട്ടുണ്ട്. എന്നാലും കഴിക്കാൻ വേണ്ടിട്ട്
നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ശരിക്കും നമ്മളെ ആ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന KFC ചിക്കന്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ സെയിം ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ചിലപ്പോൾ അതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ പറയും അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയും. പക്ഷെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ അമ്മമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതേപോലെ KFC ചിക്കൻ ഉണ്ടാക്കി നോക്കാം അല്ലെ? എന്നിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീനയുടെ അടുത്ത് പറഞ്ഞാൽ മതി. നീനയുടെ ഇമെയിൽ ID നീന തരും. അപ്പൊ നീനയുടെ അടുത്ത് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതുണ്ട്. അപ്പൊ നീന പറയുന്നത് എന്തായിരുന്നാലും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ചിക്കന്റെ ഉള്ളിലൊന്നും നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ പാപ്രിക്ക പൗഡർ ചേർത്തില്ലേ, അപ്പൊ അതിപ്പോ നമ്മുടെ നാട്ടിൽ ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാനില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. ഇപ്പൊ ഇവിടെ മരങ്ങളുമൊക്കെ ഇലകളൊക്കെ നന്നായിട്ട് വന്നു, പുല്ലിനൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട്. ആ ഓടിപ്പോയത് മൊയിലാട്ടെ. ഇവിടെ ഇങ്ങനെ കാട്ടുമൊയിലുണ്ട്, സമ്മറൊക്കെ ആകുമ്പോൾ വരും. പക്ഷെ ആരും പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ ഇവിടെ കാടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളും ഇങ്ങനെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു. പുല്ലിനൊക്കെ നല്ല പച്ച കളർ വന്നിട്ടുണ്ട്. നമ്മൾ പുല്ലിന് വളമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ കിളിക്കൂട് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിളികൾ വന്നിരുന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഞങ്ങളത് ഞാത്തിയുള്ളൂ. ഇവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നിരിക്കുമായിരിക്കും. ബാക്കി വേറെ കൂടുകളൊക്കെ ഉണ്ട് അവിടെ, അതിലേക്ക് വന്നിരിക്കും കിളികൾ. ഇത് പുതിയതായതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല. ആ മരത്തിൻ്റെക്ക് നന്നായിട്ട് ഇല വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വൈകിട്ട് 7:30 ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും നേരം രാത്രി ആയിട്ടില്ല. സമ്മർ ആയിട്ടുണ്ടെങ്കിൽ നേരം ഇരുട്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മണി, നല്ല സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8:30 ആയാൽ മാത്രമേ ഇരുട്ടാവുള്ളൂ.